പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധം ഉടൻ പൊട്ടിപ്പുറപ്പെട്ടേക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടുന്ന കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ഇറാൻ എത്തരത്തിലാകും തിരിച്ചടിക്കുക എന്നാണ് ലോകരാഷ്ട്രങ്ങൾ വീക്ഷിക്കുന്നത്. US നാവിക വ്യൂഹം നിലവിൽ ഇറാനെ ആക്രമിക്കാൻ സാധിക്കുന്ന ദൂരപരിധിയിലാണ് ഉള്ളത്. എന്നാൽ അമേരിക്കയുടെ ഭീഷണി ഇവിടെ ഏൽക്കില്ല എന്നാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ചെറിയ രീതിയിലുള്ള ആക്രമണത്തിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഇറാൻ തന്റെ സൈനിക ആയുധശേഷി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. സംഘർഷം പുതിയ യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നതിനിടെ അമേരിക്കൻ നാവികപ്പടയെയും സൈനികരെയും രക്തത്തിൽ മുക്കിക്കൊല്ലുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയത് അമേരിക്കയെയും ഞെട്ടിച്ചിരിക്കുകയാണ്. US സെൻട്രൽ കമാൻഡിന് കീഴിലുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ പ്രവേശിച്ചതിന് പിന്നാലെയാണ് തെഹ്റാനിലെ വിപ്ലവ ചത്തുരത്തിൽ പ്രകോപനപരമായ കൂറ്റൻ ബിൽബോർഡ് ഉയർന്നത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന്റെ ഡെക്കിന് മുകളിൽ US യുദ്ധവിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർന്നു കിടക്കുന്നതാണ് ചിത്രത്തിന്റെ കേന്ദ്ര പ്രമേയം. കപ്പലിന് മുകളിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു. ഈ കപ്പൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ഈ കപ്പലിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തം കടൽ വെള്ളത്തിൽ പടരുന്നതും ഈ ബിൽബോർഡിൽ കാണാം. ഒഴുകിപ്പോകുന്ന ഈ രക്തം അമേരിക്കൻ ദേശീയ പതാകയിലെ ചുവന്ന വരകളുടെ ആകൃതി കൈവരിക്കുന്ന രീതിയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കാറ്റ് വിതയ്ക്കുന്നവൻ കൊടുങ്കാറ്റ് കൊയ്യും എന്ന മുദ്രാവാക്യവും ഇതോടൊപ്പമുണ്ട്. അമേരിക്ക ഇറാനെതിരെ സൈനിക നീക്കം നടത്തിയാൽ അത് അമേരിക്കൻ സൈനികരുടെ കൂട്ടക്കുരുതിയിൽ കലാശിക്കുമെന്ന വ്യക്തമായ താക്കീതാണ് ഇറാൻ ഭരണകൂടം ഇതിലൂടെ നൽകുന്നത്. ഇറാനിൽ പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് മേഖലയിലേക്ക് വൻ പടക്കപ്പലുകളുടെ വ്യൂഹം അമേരിക്ക അയച്ചത്. എന്നാൽ ഈ സൈനിക വിന്യാസത്തെ ഭയപ്പെടുന്നില്ലെന്നാണ് ഇറാന്റെ ഈ പുതിയ നീക്കം സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാനെതിരായ ഈ നീക്കങ്ങളോട് സഹകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. അമേരിക്കയുടെ സൈനിക നീക്കത്തോട് സഹകരിക്കില്ല എന്ന് സൗദി ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനായി സൗദിയുടെ കര, വ്യോമ, നാവിക മാർഗങ്ങളെ ഉപയോഗിക്കാനാകില്ല എന്നും പ്രതികരിച്ചു. UAEക്ക് പിന്നാലെയാണ് സൗദിയും നിലപാട് കടുപ്പിച്ചത്. സൗദി കിരീടാവകാശിയുമായി ഇറാൻ പ്രസിഡന്റ് ചർച്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം.